KPCC രാഷ്ട്രീയകാര്യ സമിതി യോഗം ചേരാത്തതിൽ ഹൈക്കമാൻഡിന് അതൃപ്തി എന്ന കാര്യമൊക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ വാർത്തയിൽ കണ്ടിരുന്നു. എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന വിശദ വിവരങ്ങൾ വച്ച് നോക്കുകയാണെങ്കിൽ AICC ജനറൽ സെക്രട്ടറിയും സംഘടനാകാര്യ ചുമതലയുമുള്ള KC വേണുഗോപാലിനെയും ഹൈക്കമാൻഡ് താക്കീത് ചെയ്തു എന്നാണ് അറിയുന്നത്. കാരണം ഇന്നലെയാണ് KPCC രാഷ്ട്രീയകാര്യ സമിതി കൂടാൻ നിശ്ചയിച്ചിരുന്നത്. അതിനുവേണ്ടി കേരളത്തിൻ്റെ ചുമതലയുള്ള AICC അംഗം ദീപാദാസ് മുൻഷി കേരളത്തിൽ ശനിയാഴ്ച തന്നെ എത്തിയിരുന്നു. എന്നാൽ ശനിയാഴ്ച ഉച്ചയ്ക്ക് എത്തിയ അവർ അറിയുന്നത് ഈ രാഷ്ട്രീയകാര്യ സമിതി കൂടാൻ സാധിക്കുകയില്ല, നേതാക്കളുടെ അഭാവമുണ്ട്. K. സുധാകരൻ, അതായത് KPCC അധ്യക്ഷൻ കണ്ണൂരാണ്. അതുപോലെ VD സതീശൻ മലപ്പുറത്ത് മുസ്ലിം ലീഗിൻ്റെ പരിപാടിയിൽ പങ്കെടുക്കാൻ പോയിരിക്കുകയാണ്. മാവേലിക്കരയിലാണ് രമേശ് ചെന്നിത്തലയുള്ളത്. ഡൽഹിയിലാണ് MP-മാരിൽ ഭൂരിഭാഗം ആളുകളും. അതുകൊണ്ട് ഈ രാഷ്ട്രീയകാര്യ സമിതി കൂടാൻ സാധിക്കുകയില്ല, ഓൺലൈനായി കൂടിയാൽ അത് ശരിയാവുകയില്ല എന്ന് പറഞ്ഞ് ദീപാദാസ് മുൻഷിയെ മടക്കി അയക്കുകയാണ് ഉണ്ടായത്. ഇത് ദീപാദാസ് മുൻഷിക്ക് വളരെ വലിയ ക്ഷീണമായി. അവർ ദേശീയ നേതൃത്വത്തെ, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയോടും പ്രിയങ്ക ഗാന്ധിയോടുമൊക്കെ ഈ വിവരം ധരിപ്പിച്ചു എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. അതുകൊണ്ട് തന്നെ ഹൈക്കമാൻഡ് KC വേണുഗോപാലിനെയും താക്കീത് ചെയ്തു. KC വേണുഗോപാൽ സംഘടനാകാര്യ ജനറൽ സെക്രട്ടറിയാണ്. എല്ലാ സ്റ്റേറ്റുകളിലെയും സംഘടനാകാര്യം നോക്കേണ്ട ഉത്തരവാദിത്തമുള്ള ആളാണ്. KC വേണുഗോപാൽ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ മണ്ഡല സന്ദർശനത്തിൻ്റെ ഭാഗമായി ആലപ്പുഴയിലുണ്ടായിരുന്നു. അദ്ദേഹവും ഈ രാഷ്ട്രീയകാര്യ യോഗത്തിൽ പങ്കെടുക്കേണ്ട വ്യക്തിയായിരുന്നു. പക്ഷേ അദ്ദേഹവും പങ്കെടുത്തില്ല. ഇത് വിളിച്ചു ചേർക്കേണ്ട ഉത്തരവാദിത്തത്തെക്കുറിച്ച് അദ്ദേഹം കേരളത്തിലെ നേതാക്കളെ വേണ്ട വിധം ബോധവൽക്കരിച്ചില്ല എന്നതാണ് KC വേണുഗോപാലിനെതിരെ ഹൈക്കമാൻഡ് ഉയർത്തുന്ന കുറ്റങ്ങൾ. എന്തുകൊണ്ട് KC വേണുഗോപാൽ ഈ രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൻ്റെ പ്രാധാന്യം നേതാക്കളെ അറിയിച്ചില്ല? കാരണം എന്താണ്? ഹൈക്കമാൻഡിൻ്റെ മുന്നിലുള്ളത് വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നു. രാഷ്ട്രീയമായി ഒരുപാട് തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അങ്ങനെ നിർണായകമായ സമയത്ത് ചേരേണ്ട സമയത്ത് യോഗം ചേരാതെ ആളുകൾ എന്തൊക്കെയാണ് ചെയ്തത്? ഹൈക്കമാൻഡിൻ്റെ നിർദ്ദേശാനുസരണമായിരുന്നു ഇവിടെ മഹാത്മാഗാന്ധി AICC പ്രസിഡന്റ് ആയതിൻ്റെ ഭാഗമായുള്ള 100ാം വാർഷികത്തിൻ്റെ ഭാഗമായുള്ള പരിപാടി നടന്നത്. AK ആൻ്റണി പങ്കെടുത്ത പരിപാടി. ആ പരിപാടി നടക്കുന്ന സമയത്ത് VD സതീശൻ ഇവിടെ ഇല്ല. VD സതീശൻ സാംസ്കാരിക പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു. ആരുടെ? G. കാർത്തികൻ്റെ പുസ്തക പ്രകാശനം, സാംസ്കാരിക പരിപാടി. ചിലർ സമുദായ പരിപാടിയിൽ. ഇങ്ങനെ പാർട്ടി യോഗങ്ങൾ നടക്കുമ്പോൾ വ്യക്തമായ നിർദ്ദേശമാണ് ഹൈക്കമാൻഡ്. പാർട്ടി യോഗങ്ങൾ വിളിക്കുമ്പോൾ സാംസ്കാരികമായാലും സാമുദായികമായാലും ഒരു പരിപാടിയിലും നേതാക്കൾ പോകരുത്. രാഷ്ട്രീയക്കാരാണെങ്കിൽ പാർട്ടി കാര്യങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധ ചെലുത്തണം എന്ന ശക്തമായ താക്കീതാണ് ഹൈക്കമാൻഡ് കേരളത്തിലെ നേതാക്കൾക്ക് നൽകിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇവിടെയുള്ള പടലപ്പിണക്കം, സതീശനും സുധാകരനും തമ്മിലുള്ള തമ്മിലടി, സതീശനും ചെന്നിത്തലയും തമ്മിലടി. അപ്പോൾ ഈ തമ്മിലടി കാരണമാണ് രാഷ്ട്രീയകാര്യ സമിതി കൂടാത്തതെന്ന് പകൽ പോലെ വ്യക്തമായ സാഹചര്യത്തിൽ ഹൈക്കമാൻഡിൻ്റെ ഇടപെടൽ നിർണായകമാണ്. കാരണം നമുക്കറിയാം, വയനാട് ട്രഷററായിരുന്ന NM വിജയൻ്റെ ആത്മഹത്യ, അതിനകത്ത് IC ബാലകൃഷ്ണൻ MLA ഉൾപ്പെടെയുള്ള ആളുകൾ പ്രതികളാണ്. പോലീസ് FIR ഇട്ട് കേസ് അന്വേഷിക്കുകയാണ്. ഇതൊക്കെ ചർച്ച ചെയ്താൽ, രാഷ്ട്രീയകാര്യ സമിതിയിൽ ചർച്ചയ്ക്ക് വന്നു കഴിഞ്ഞാൽ നേതാക്കൾ തമ്മിലുള്ള വിഴുപ്പലക്കിലേക്കിലെ കാര്യങ്ങൾ പോകും. അത് മാധ്യമങ്ങൾ ചോർത്തി വാർത്തയടിക്കും. അത് ക്ഷീണമാകും. അതുകൊണ്ടാണ് തൽക്കാലം രാഷ്ട്രീയകാര്യ സമിതി ചേരേണ്ട എന്ന് തീരുമാനിച്ചത്. അല്ലാതെ നേതാക്കളുടെ അസൗകര്യമോ ഒന്നുമല്ല. നേതാക്കൾക്ക് വേണമെങ്കിൽ പങ്കെടുക്കുമായിരുന്നു. കേരളത്തിലുണ്ടായിരുന്ന നേതാക്കൾക്ക്, ഡൽഹിയിലുള്ള ആളുകളെ ഒഴിവാക്കിയാൽ പോലും കേരളത്തിലുള്ള നേതാക്കൾക്ക് ഒരുമിച്ച് ചേർന്നിരുന്ന് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനെ കുറിച്ചൊക്കെ ആലോചിക്കാം, പാർട്ടിയുടെ തന്ത്രങ്ങൾ മെനയാമായിരുന്നു. പക്ഷേ ഇവർ തമ്മിലുള്ള അടി കാരണം, നേതാക്കൾ തമ്മിലുള്ള സ്വരച്ചേർച്ചയില്ലായ്മ, KPCC അധ്യക്ഷൻ വിളിച്ചു ചേർത്ത യോഗത്തിൽ പങ്കെടുക്കാതെ VD സതീശൻ മറ്റ് പരിപാടികളിൽ പങ്കെടുക്കാൻ പോയത്, ഹൈക്കമാൻഡ് നിർദ്ദേശിച്ച പരിപാടിയിൽ പങ്കെടുക്കാതെ വാർത്താ സമ്മേളനം വിളിക്കാൻ പോയത്, ഇതൊക്കെ ഹൈക്കമാൻഡിന് കൃത്യമായ സൂചനകൾ ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് വടിയോങ്ങി ഹൈക്കമാൻഡ് പറയുന്നത് രാഷ്ട്രീയകാര്യ സമിതി യോഗം ഒരാഴ്ചയ്ക്കുള്ളിൽ കൂടണം, ഒരാഴ്ചയ്ക്കുള്ളിൽ നിർണായകമായ ആ യോഗം ചേർന്നിരിക്കണമെന്നാണ് ഹൈക്കമാൻഡിൻ്റെ അന്ത്യശാസനം.